ഇത് കാട്ടിമനാണ്. പച്ചയിൽ മധുരമൊന്നും വരില്ല. പച്ചയിൽ മറ്റുള്ള മാങ്ങനെയും വെച്ചിട്ട് പുളി കുറവ്, പക്ഷേ പഴുത്ത നല്ല മധുരം, നല്ല ടേസ്റ്റ്. വർഷത്തിൽ 3 പ്രാവശ്യം കായ്ക്കെന്ന് പറയുന്നത് ഒരു 2 പ്രാവശ്യം കിട്ടും, ഒരു പ്രാവശ്യം പോക്കാണ്. എന്താ കാരണം വർഷക്കാലത്ത് കിട്ടില്ല. പിന്നെ ജവട്ടിക്കവ താഴെ ഒന്ന് നോക്കി കടയ്ക്കുന്ന വരുന്നുണ്ട്. ജവട്ടിക്കവ കണ്ടവനും പിടിക്കും. ജവട്ടിക്കവ റെഡ് ഹൈബ്രിഡാണിത്. പ്രിക്കോഷിൻ്റെ റെഡ് ഹൈബ്രിഡ് ഉണ്ട്. പല വെറൈറ്റികളും ജവട്ടിക്കവൻ്റെ ഉണ്ട് നമുക്ക് ഇവിടെ. ഇന്ത്യൻ മൗസമ്പി, വിയറ്റ്നാം മൗസമ്പി, ഇതൊക്കെ നമുക്ക് ഇന്ത്യൻ മൗസമ്പി, വിയറ്റ്നാം മൗസമ്പി ഒക്കെ നിറയെ ചെടികളിൽ ചെറിയ ചെറിയ കായ്കൾ. ഇതൊക്കെ ഇതുണ്ട്, ചെറിയ കായ്കൾ നിറയെ പിടിച്ച് കിടക്കുന്നുണ്ട്. ഇതൊക്കെ കായ്കളാണ് കിടക്കുന്നത്. ഇന്ത്യൻ മൗസമ്പിൻ്റെ കായ്കൾ നോക്കി. ഇതൊക്കെ കായ് പച്ച കാണുമ്പോൾ അറിയുന്നതാണ്. താഴെ പച്ച കാണുമ്പോൾ അറിയുന്നില്ല. കായ് അവിടെ നിന്ന് എന്താണെന്ന് അറിയാം. കണ്ടമാനം പിടിച്ചിട്ടുണ്ട്. ഇത്തിരിയല്ല, അങ്ങനെ കുറച്ച് പ്ലാന്റും അല്ല, നിറയെ പ്ലാന്റ് കിടക്കുന്നുണ്ട്. നല്ലൊരു അത്യാവശ്യം മധുരവും നല്ല ടേസ്റ്റും ഉണ്ട് ഈ സോണിയൻ്റെ. ഇതൊക്കെ നിറയെ പിടിച്ച് കിടക്കുന്നുണ്ട്. വേണ്ട ഇതൊക്കെ മാങ്ങകൾ, സോണിയൻ്റെ മാങ്ങകൾ. ഇതാ കിടക്കുന്നു. ചെറിയൊരു പ്ലാന്റാണ്. എത്രയോ പിടിക്കുന്ന നോക്കിയാൽ നിറയെ പിടിക്കുക ഈ സോണിയ. ഇതുണ്ട്, ഈ താഴെയൊക്കെ കിടക്കുന്നുണ്ടല്ലേ, നിറയെ പിടിക്കുക. ഇതാ കിടക്കണം മാങ്ങ, അത് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട്. ഇതൊക്കെ നാൻഡോക്കുമൈ. നാൻഡോക്കുമൈൻ്റെ ഇത്തിരിയല്ല, മാങ്ങ പിടിച്ചത് ഒരുപാട് ചെടികളുണ്ട് നിലത്ത് കായ് മുട്ടി കിടക്കേണ്ടതാണ്. ഇതൊക്കെ നാൻഡോക്കുമൈൻ്റെ പ്ലാന്റുകളാണ്. സീറ്റ് ലൂബി, ഈ ഇമ്മറ് ലൂബി, ഈ ഐശ്വര്യ ലൂബി എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഏറ്റവും പഴത്തിൽ ഏറ്റവും വലിപ്പം വരുന്ന പഴങ്ങൾ. സീറ്റ് ലൂബിൻ്റെ നമുക്ക് കുറച്ച് പ്ലാന്റ് അല്ല, നിറയെ പ്ലാന്റുകളുണ്ട്. ഇത്തിരിയല്ല, കണ്ടമാനം പ്ലാന്റുകളുണ്ട്. ഈ 5ഉം 10ഉം 20 അല്ല, ഒരേ വലിപ്പത്തിൽ ഒരുപാട് പ്ലാന്റുകളുണ്ട് സീറ്റ് ലൂബിൻ്റെ. അത് ഇവിടെയെല്ലാം ഇട്ടാൽ പലയിടത്തും പല രീതിയിലായിട്ട് കിടക്കണം. ഇത് നമുക്ക് പാലക്കാട് ഡിസ്ട്രിക്റ്റ്, നമ്മൾ നഴ്സറി ഒരു വീഡിയോ എടുത്തു. ഇതിപ്പോൾ നമുക്ക് പാലക്കാട് ഡിസ്ട്രിക്റ്റ് തോണിപ്പാടം, ചാലുംപുള്ളി. അപ്പോൾ നമ്മളിത് തോട്ടവും നഴ്സറിയും കൂടിയിട്ടുള്ളതാണ്. ഇവിടുത്തെ ബനാന മാംഗോകളാണ്. അതാണ്ട് ചെടികളുടെ ഇതിപ്പോൾ നമ്മളിവിടെ ഉള്ളിൽ കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഓരോരോ ചെടികൾ നമുക്ക് കാണിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കാണിക്കുക. അതിൻ്റെയൊക്കെ കടവണ്ണം കണ്ടില്ല. അതാ വലിയ ചെടികൾ, ചെറിയ ചെടികൾ അപൂർവം നമുക്ക് ഇവിടെ ഉള്ളൂ. ഗ്രൂമി ചാമ്പ, നാൻഡോക്കുമൈൻ്റെ പിന്നെ പറയണ്ട, അത് കണ്ടമാനം പ്ലാന്റാണ്. മേമി സർപ്പോട്ട കവറിൽ വെച്ചതാണ്, വലിയ മരം. മേമി സർപ്പോട്ട നമുക്ക് ഇവിടെ നിലത്ത് നട്ടതൊക്കെ നിറയുണ്ട്. എന്നാൽ 5-6 വെറൈറ്റി ഉണ്ട് മേമി സർപ്പോട്ടിൻ്റെ. ഇതെല്ലാം ഗ്രൂമി ചാമ്പിൻ്റെ ചെറിയ ഒരു മീഡിയം സൈസ് പ്ലാന്റുകൾ. ഇതൊക്കെ അബിയുൻ്റെ പ്ലാന്റുകൾ. ഇതെല്ലാം കാച്ചതാണ്. ഇതൊക്കെ കാച്ച പ്ലാന്റുകളാണ് അബിയുൻ്റെ. ഇതെല്ലാം കാച്ച പ്ലാന്റുകളാണ്. അതൊക്കെ വലിയ ചെടികൾ. ഇതെല്ലാം ഗ്രൂമി ചാമ്പ. നിലത്ത് നട്ടതൊന്നും ഇപ്പോൾ നമ്മൾ കാണിച്ചാൽ നടക്കില്ല. വീടിലേക്ക് ഒരുപാട് ലെങ്ത്ത് പോവും. നിലത്ത് നട്ടതൊന്നും കാണിക്കില്ല, നമ്മൾ കൊടുക്കാനുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതൊക്കെ ഗ്രൂമി ചാമ്പ, വലിയ പ്ലാന്റുകൾ, എല്ലാം കാച്ച പ്ലാന്റുകൾ. ഗ്രൂമി ചാമ്പ ഒരു 80% ഇവിടെ കാച്ച പ്ലാന്റുകളാണ്. സവാന ചെറി പറഞ്ഞാൽ ഒരു മറ്റേ ഗ്രീനിൽ വരും, അത് പോയിട്ട് അങ്ങനെ റെഡിക്ക് കിടക്കും, റെഡിൽ നിന്ന് ബ്ലാക്കിക്ക് വരും. ഏറ്റവും ചെറികളിൽ മധുരമുള്ളതാണ് ഈ സവാന ചെറികളിൽ. നല്ല മധുരവും നല്ല ടേസ്റ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിലെല്ലാം മാവിൻ്റെ കാലാപ്പാടി മാങ്ങ നിറയുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കാലാപ്പാടിൻ്റെ പ്ലാന്റുകൾ നിറയെ മാങ്ങകളുണ്ട്. ഇതൊക്കെ മാങ്ങകൾ തന്നെയാണ്. അതെല്ലാം കുളമ്പൊക്കെ മുകളിൽ ഒരുപാട് കാച്ചി കിടക്കുന്നുണ്ട്. കുളമ്പ്, കോട്ടൂർക്കോണം, ബനാനിൻ്റെ 3 കളറ്, നാൻഡോക്കുമൈൻ്റെ 3 കളറ്, അതുപോലെ ജംബോ റെഡ്, ഗ്യൂസായി, ഗോലക്ക്, സൂപ്രക്യൂ, യുവാൻ, ഇങ്ങനെ ഒരുപാട് വെറൈറ്റികളാണ് കിടക്കുന്നത്. അപ്പോൾ മാവിൻ്റെ നമ്മൾക്കിപ്പോൾ എണ്ണി പറയലും സാധിക്കില്ല. എന്താ കാരണം അറിയാം, 100 കണക്കിന് വെറൈറ്റികൾ മാവിൻ്റെ ഉണ്ട്. ഇതൊക്കെ ജംബോ റെഡിൻ്റെ ചെടികളാണ് കിടക്കുന്നത്. ഇതൊക്കെ ജംബോ റെഡിൻ്റെ ചെടികളാണ്. ഇതൊക്കെ ജംബോ റെഡ് തന്നെയാണ്. ഇതൊക്കെ ജംബോ റെഡ് തന്നെയാണ്. നാൻഡോക്കുമൈ ഉണ്ട്. ഇതിൻ്റെ അടിയിൽ നാൻഡോക്കുമൈ. ഇതൊക്കെ നാൻഡോക്കുമൈൻ്റെ പ്ലാന്റുകൾ തന്നെയാണ്. ഈ പലയിടത്തും ഈ സ്ഥലങ്ങൾ കുറവാകുമ്പോൾ പലയിടത്തും കൊണ്ടിടുകയാണ്. ഇതും ജംബോ റെഡ് തന്നെയാണ്. ഇതൊക്കെ ജംബോ റെഡിൻ്റെ ചെടികളാണ്. ഇതൊക്കെ തന്നെയാണ് നിലത്ത്. ഇതൊക്കെ അബിയു. അത് വിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് റംബുട്ടാൻ സീസർ, ഇതെല്ലാം കാച്ചതാണ്. ഇതൊക്കെ നാൻഡോക്കുമൈ. ഇതാ കിടക്കണം മാങ്ങകൾ. കിടക്കണം. ഇത് കുറച്ച് മാങ്ങകളല്ല, നിറയെ മാങ്ങകൾ ആയിട്ട് കിടക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ അത് തന്നെയാണ്. ഇതൊക്കെ നാൻഡോക്കുമൈ. അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതൊക്കെ റേറ്റ് ഒരു ഉദ്ദേശം എത്ര വരുന്നുണ്ട്? ഇതൊക്കെ നമുക്ക് റേറ്റ് നമുക്കൊരു 4500 മുതൽ ഞാൻ പറഞ്ഞില്ല, അവിടെ 12,000 രൂപ വരെയുള്ള നാൻഡോക്കുമൈൻ്റെ. അതൊക്കെ ഒരു 5 വർഷം 6 വർഷമായ പ്ലാന്റുകളാണ്. വർഷങ്ങളിലാണ് നമ്മൾ വർഷത്തിൻ്റെ ഏജിനെ നോക്കുന്നത്. പിന്നെ ഈ 6 വർഷമുള്ള പ്ലാന്റൊക്കെ നമുക്കൊരു 4 വർഷമായി, 3-3.5 വർഷമായും കായ്ച്ചിട്ട്. ഡെക്കോപ്പോ ഓറഞ്ച്, അത് പിന്നെ അത്ര കാര്യമില്ല എന്ന് വെക്കുക. എന്താ കായുള്ളതൊക്കെ ആൾക്കാർ എടുത്തിട്ട് പോകണം. ഡെക്കോപ്പോ ഓറഞ്ച് ആയി വരുന്നുള്ളതാണ്.
ഇനിയിപ്പോൾ ഡക്കോപ്പ് ഓറഞ്ച് ഇതെന്താ ശരിക്കും കാണിച്ചില്ല എന്ന് പറയും. ഇതൊന്നും അത്ര മധുരമില്ല. നമ്മളെ കാലാവസ്ഥയിൽ ഓറഞ്ച് അത്ര മധുരം വരില്ല. അതേ എനിക്കറിയുള്ളൂ. പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കാര്യം ഞാൻ പറയുള്ളൂ. അത് അങ്ങനെ അത്ര മധുരം വരില്ല. പക്ഷേ മൂസമ്പി മധുരം വരും. ഇന്ത്യൻ മൂസമ്പി, വിയറ്റ്നാം മൂസമ്പി, ഇതെല്ലാം മധുരമുള്ള വാരി വണ്ണ്, ഇതെല്ലാം മധുരമുള്ള ഒരു വെറൈറ്റികളാണ് ഈ മൂസമ്പിൻ്റെ ഐറ്റങ്ങളൊക്കെ. അപ്പോൾ മറ്റത് വരില്ല. ഏത് ഈ ഓറഞ്ചുകളൊന്നും നമ്മളെ കാലാവസ്ഥയ്ക്ക് അത്ര മധുരം വരില്ല. കട്ടപ്പന ആ സൈഡൊക്കെ മധുരം ഉണ്ടാവും. അതെന്താ വെച്ചാൽ പകൽ തണുപ്പാണെങ്കിൽ, പകൽ ചൂടാണെങ്കിൽ രാത്രി ഒരു കാലത്ത് വൈകിട്ട് 8 മണി വരെ, 8 മണി മുതൽ രാത്രി നേരം വെളുത്തിട്ട് ഒരു 8 മണി വരെ ഭയങ്കര തണുപ്പാണ്. ആ ചില്ലവർ മതി ഈ ഓറഞ്ചിന് മധുരം വരാനും കായ്ക്കാനും. നമ്മുടെ കാലാവസ്ഥയ്ക്ക് കായ്ക്കും, പക്ഷെ മധുരം ഉണ്ടാവില്ല. അത്രേ എൻ്റെ അനുഭവം പറയണത്. മറ്റുള്ളവരുടെ അനുഭവം നമ്മൾക്കറിയില്ല. ഇതെല്ലാം കാട്ടിമേ ഇത് മുകളിലൊക്കെ മാങ്ങിയുണ്ട്. മുകളിലൊക്കെ മാങ്ങിയുണ്ട്. ഇതൊക്കെ കാട്ടിമേൻ്റെ മാങ്ങകളാണ്. ഇതാ നാൻഡോക്കുമൈന്. ഇതൊക്കെ നാൻഡോക്കുമൈന് നമുക്ക് 3 കളറുണ്ട് കേട്ടോ. 3 കളറ് നാൻഡോക്കുമൈൻ്റെ ഉണ്ട് ഇവിടെ. നിലത്ത് നടക്കുക. മാങ്ങയും മൊത്തം കാണിക്കൽ നടക്കില്ല. എന്തൊക്കെ പറയാം, ഇത് ഇത്തിരി പ്ലാന്റല്ല, നിറയെ പ്ലാന്റുകളുണ്ടല്ലോ. ഇതൊക്കെ സീറ്റ് ലൂവി നമുക്ക് ഓൾ സീസൺ പ്ലാന്റുകൾ. ഇതൊക്കെ ഓൾ സീസൺ പ്ലാന്റുകളാണ്. ഇതൊക്കെ വലിയ പഴം, സീറ്റ് ലൂവിയിൽ ഏറ്റവും വലിപ്പം വരുന്ന പഴം. ഇതൊക്കെ പഴം കഴിഞ്ഞത് എൻ്റെ ഒക്കെ എടുക്കണം. ബനാന റെഡ്, ബനാന യെല്ലോ, ബനാന ഗ്രീൻ. ഇതൊരു മീഡിയം സൈസ് പ്ലാന്റ്. അതായത് ഏറ്റവും ചെറുതുമല്ല ഏറ്റവും വലുതും അല്ലാത്ത ഒരു ടൈപ്പിലുള്ള ഒരു പ്ലാന്റാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതൊക്കെ. പിന്നെ ഉള്ളത് ഇതൊക്കെ നമ്മൾക്ക് തായ് കിങ് സർപ്പോട്ട. കാച്ചതൊക്കെ ആൾക്കാർ എടുത്തിട്ട് പോയി. ഇനി ഇതൊക്കെ പൂത്ത് വരണം. അതാ പൂക്കൾ, അതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ പൂക്കൾ പൂത്ത് വരണോ. കായുള്ളൊക്കെ അടക്കം എടുത്തിട്ട് പോയി. ഇതാ ഇനി സീറ്റ് ലൂവി, ഈ ഇമ്മർ ലൂവി, ഈ ഐശ്വര്യ ലൂവി എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. പഴത്തിൽ ഏറ്റവും വലിപ്പം വരുന്ന പഴങ്ങൾ. ഇതാ കായ എന്താണ്, ആ കായ്ക്ക് വരുമ്പോൾ ഈ കായ്കൾക്ക് അത് വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇതാ കായ്കൾക്ക് അത് വന്നുകൊണ്ടിരിക്കണുള്ളൂ. പിന്നെ ഇതാ സീറ്റ് ലൂവിൻ്റെ നമുക്ക് കുറച്ച് പ്ലാന്റ് അല്ല, നിറയെ പ്ലാന്റുകളുണ്ട്. ഇത്തിരിയല്ല, കണ്ടമാനം പ്ലാന്റുകളുണ്ട്. ഈ 5ഉം 10ഉം 20 അല്ല, ഒരേ വലുപ്പത്തിൽ ഒരുപാട് പ്ലാന്റുകളുണ്ട് സീറ്റ് ലൂവിൻ്റെ. അത് ഇവിടെയല്ല ഇട്ടാൽ പലയിടത്തും പല രീതിയിലായിട്ട് കിടക്കണം. ഒലോ സോപ്പ് ഇവിടെ നിന്ന് കിട്ടില്ല, അപ്പുറത്ത് നിന്ന് നോക്കണം. ഒലോ സോപ്പൊക്കെ നമുക്ക് 3 വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കാൻ എല്ലാവരും പറയും അത്ര മെച്ചമില്ല എന്ന്. പഴത്തിൽ പിടിക്കുമ്പോൾ വണ്ണിയിൽ പിടിച്ച പോലെ ഇരിക്കണം. അപ്പോൾ കഴിച്ചാലാണ് നല്ല ഫ്ലേവർ, നല്ല ടേസ്റ്റ് ഒലോ സോപ്പോ. ഈ സംശയമുള്ളവർക്ക് ഇവിടെ വന്ന് കഴിക്കുക. ഒരു 2 മാസം കണ്ട് വന്നാൽ മതി. സംശയമുള്ളവർക്ക് അപ്ലിക്കാൻ ഇതൊക്കെ ആവുള്ളൂ, സീസൺ അപ്ലിക്കാൻ ആവുള്ളൂ. നിറയെ പൂത്ത് കിടക്കണം. 1 മാസം മുമ്പ് ഉണ്ടാവുന്നത് ആ ഒലോ സോപ്പയിൽ 1 മാസം മുമ്പ് കായ് ഉണ്ടായിരുന്നു. ഇതൊക്കെ സീറ്റ് ലൂവിൻ്റെ പ്ലാന്റുകൾ. അതൊക്കെ കായ് വന്നുകൊണ്ടിരിക്കണം, മാറിക്കൊണ്ടിരിക്കണം. കുറേ കായ്കൾ കഴിഞ്ഞു. ഇതൊക്കെ തന്നെ ഇതാ കുറച്ചും കൂടി വലിപ്പമുള്ള, അതായത് ഇത്തിരി മൂത്ത് കിടക്കണത്. മൂപ്പായിട്ടില്ല, ശരിക്ക് മൂത്ത് വരണുള്ളൂ. റേറ്റൊക്കെ നമ്മൾക്ക് ഒരു 500 ഉറുപ്പ്യ മുതൽ 3500 ഉറുപ്പ്യ വരെയുള്ള പ്ലാന്റുകൾ. 500 ഉറുപ്പ്യ മുതൽ 500 ഉറുപ്പ്യൻ്റെയൊക്കെ ചെറിയ ഒരു വിധം പൂത്തിട്ടൊക്കെ ഉണ്ടാവും. ഒരു വിധം മീഡിയം പ്ലാന്റ്. ഇതൊക്കെ സീറ്റ് ലൂവിൻ്റെ പ്ലാന്റുകളാണ്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. താഴെ കിടക്കുന്നുണ്ട്, അതാ മുകളിൽ കിടക്കുന്നുണ്ട്, അതാ കിടക്കണം. സീറ്റ് ലൂവിൻ്റെ ഇത്തിരിയല്ല, എല്ലാ പ്ലാന്റുകളും നിറയെ പ്ലാന്റുകൾ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന പിന്നെ മാവുകളുണ്ട്. അതായത് ഈ സീമോങ് പറഞ്ഞ വെറൈറ്റികൾ. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ചില്ലി മാംഗോ. അത് ഞാനിപ്പോൾ മാംഗോൻ്റെ വെറൈറ്റികളെല്ലാം പറയുന്നില്ല, പക്ഷേ എന്നാലും അടിയിൽ പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ചില്ലി മാംഗോ ഉണ്ട്. അങ്ങനെ മാംഗോൻ്റെ ഒരുപാട് കളക്ഷനാണ്, ഇത്തിരിയല്ല. ഇതൊക്കെ ഡക്കോപ്പൻ അല്ല, വിയറ്റ്നാം മൂസമ്പി, ഇന്ത്യൻ മൂസമ്പിയാണ് ഇത് ഇന്ത്യൻ മൂസമ്പിയാണ്. ഇതൊക്കെ നാൻഡോക്കും മെയിൻ മാങ്ങ പിടിച്ച പ്ലാന്റുകളാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ മാങ്ങ പിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓരോന്ന് എടുത്ത് കാണിക്കൽ അത്രയുണ്ട്. ഇതല്ല, ഇതൊക്കെ ഉമ്മർചാമ്പ പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ പിടിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ ഇനിയിപ്പോൾ ഒരു 15 ദിവസം 20 ദിവസം വന്നാലേ പഴത്തേക്ക് മാറി ശരിക്കും കാണാൻ തുടങ്ങുള്ളൂ. ഇതൊക്കെ പൂക്കൾ കൊഴിഞ്ഞിട്ട് കായ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ്. നിറയെ പിടിക്കും. അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി കൊലകുത്തി പിടിക്കും.
ഇലയൊന്നും ഉണ്ടാവില്ല, പഴം മാത്രമേ ഉണ്ടാവുള്ളൂ 1 മാസം കഴിഞ്ഞാൽ. അങ്ങനെ പിടിക്കുന്നതാണ് ഇത്. അതിൻ്റെ ഒരു ഇത് കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു പ്ലാന്റ്. ഇത് കുറച്ചും കൂടി വലിപ്പമായിക്കൊണ്ടിരിക്കുന്നത് അവിടെ. ഇതാകുമ്പോൾ നമ്മൾ ഇതൊന്ന് ലെയർ എടുക്കണം. അതാണ്ടോ ലെയർ ഇതൊന്ന് ലെയർ എടുക്കണതാണ്. ആ ലെയർ ചെയ്തതിൽ എത്ര കായ് നോക്കി. ഇതിപ്പോൾ ഇത്തിരി മഴ പിടിച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുക. അതിൻ്റെ ഉള്ളിലൊക്കെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, മഴ പിടിച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ കട്ട് ചെയ്താൽ ഉണങ്ങിപ്പോവും. മേമി സർപ്പോട്ട നമ്മൾ ഇതൊന്നൊക്കെ ലെയർ എടുക്കണം. അതാ കായ് അതാ കായ് എന്ന് പറഞ്ഞാൽ ഇത് ലെയർ ചെയ്യുമ്പോൾ കായ്ക്കില്ല. അപൂർവം 1.5 കായ. അതിൻ്റെ മുകളിലും കായിൻ്റെ 1.5 കായൊക്കെ ഉണ്ടാവും. അതാ കാണുന്ന കായ് 1.5 കായ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ പ്ലാന്റിൽ നിന്ന് ലെയർ ചേർക്കണം, പുറമേ നിന്ന് പഠിക്കണമല്ല. അതുകൊണ്ട് ഈ ലെയർ ചെയ്ത് എടുക്കുമ്പോൾ തന്നെ കായും പൂക്കളും ഉണ്ടാവും. ഇതൊരു ക്യൂബ് പറഞ്ഞ വെറൈറ്റിയാണ്. ഒരു 2 കിലോൻ്റെ പുറത്ത്, 2 കിലോ 1.5 കിലോ 2 കിലോൻ്റെ പുറത്ത് വരും ഇത്. അത് നമ്മളെ നോട്ടത്തിനൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കും. കായിൻ്റെ വലിപ്പവും ചെറുപ്പവും അതിന് തീറ്റ കൊടുക്കുന്നതിനനുസരിച്ചൊക്കെ ഇരിക്കും. ചിലർ പറയും ഇതെന്താ അത് കുറച്ചല്ലേ ഉള്ളൂ. പക്ഷേ നമ്മൾ വളം കൊടുക്കുമ്പോഴല്ലേ അതിനനുസരിച്ച് ഇത് വളരുള്ളൂ, കായും വലിപ്പം വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ നമ്മളൊരു മാക്സിമം ഒരു കണക്കാണ് 2 കിലോൻ്റെ പുറത്ത്. സവാന ചെറി, ചെറിയ ബ്രോ ഗ്രാൻഡ്, ഗ്രൂമി ചമ്പ നമ്മളവിടെ കാണിച്ചു. ഇതൊക്കെ സവാന ചെറിൻ്റെ പ്ലാന്റുകളാണ്. ഇതൊക്കെ നമുക്ക് പിമ്പോങ് ലോങ് ഇതൊക്കെ ലെയർ ചെയ്തെടുക്കണം. ചെറിയ തൈകൾ ലെയർ ചെയ്തെടുക്കണില്ല, ഒക്കെ വലിയ കൊമ്പുകൾ. ഈ കൊമ്പുകൾ അവിടെ ലെയർ ചെയ്തൊക്കെ നോക്കാം. സാധാരണ ലെയർ ചെയ്യണത് ഇത്ര പോകുന്നൊരു കൊമ്പാണ്. നമ്മൾ ലെയർ ചെയ്യണത് ഇത്ര വലിയ കൊമ്പിലാണ് ലെയർ ചെയ്യണത്. ചെറിയ 3 മരമുണ്ട് നമുക്കിവിടെ. അപ്പോൾ അതുകൊണ്ട് ചെറിയ കൊമ്പിൽ ലെയർ ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ എത്ര വേണം നോക്കി ലെയർ ചെയ്യണത്. അതൊക്കെ വലിയ കമ്പുകളിലാണ് ലെയർ ചെയ്തെടുക്കുന്നത്. തായ് കിങ് ഞാവള് അത് വലുതുമുണ്ട് ചെറുതുമുണ്ട്, 2-3 ടൈപ്പിൽ. ഇതൊക്കെ ഒരു മീഡിയം സൈസാണ്. ഇതൊക്കെ മിയാസാക്കിൻ്റെയൊക്കെ നമ്മൾ ആ വഴിക്ക് പോയിട്ടില്ല. മിയാസാക്കിൻ്റെ പ്ലാന്റ് താഴെ കിടക്കുന്നുണ്ട്, എന്നാലും അടിയിൽ ഇട്ടതാണ്. ഇതൊക്കെ ചെറിയ ബ്രോ ഗ്രാൻഡ്. ഇതെല്ലാം ഗ്യൂസ റോഡ്, ഗോലക്ക്, ഇങ്ങനെയുള്ള വെറൈറ്റി വലിയ വേഗങ്ങളിൽ കായ്പ്പിക്കാൻ വേണ്ടി നട്ടതാണ്. അതൊക്കെ കുറേ കാച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണല്ലോ. അതൊക്കെ സോണിയ പറഞ്ഞ മാവുകൾ അതൊക്കെ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വരുമ്പോൾ ഇതൊക്കെ നാൻഡോക്കുമൈ ഗോൾഡ് ഉണ്ട്. ഈ നാൻഡോക്കുമൈൻ്റെ തന്നെ ഈ പഴുപ്പ് കളറുണ്ട്, ഗ്രീൻ ഉണ്ട്. അതിൻ്റെ ഒരു വെറൈറ്റികളെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണതൊക്കെ. എബിയാർക്ക് ഇതൊക്കെ ഇതിൽ കിടക്കുന്നത് എബിയാർക്കുണ്ട്, സിദ്ധു ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത് തന്നെയാണ്. എബിയാർക്ക്, സിദ്ധു ഉണ്ട്. പിന്നെ ഈ നമ്മളെ വിയറ്റ്നാം സൂപ്പർ എയർലിൻ്റെ റെഡ് ഒരു പിങ്ക് കളർ വരുന്നത്, അങ്ങനെ ഒരു വെറൈറ്റി വിയറ്റ്നാം സൂപ്പർ എയർലി. പിന്നെ കംബോഡിയ ഓറഞ്ച് ജാക്ക്, ബനാന സർപ്പോട്ട, ഇങ്ങനെ തായ് കിങ് സർപ്പോട്ട, തായ് ജംബോ സർപ്പോട്ട. ഈ എബിയാർക്കിൻ്റെ റിവ്യൂ എന്താണ്? എബിയാർക്ക് നമ്മൾക്ക് ഇവിടെ കാച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് പറയില്ല. ഇത് സവാന ചെറിയ ഈ ചെറിയ നമ്മൾക്ക് യെല്ലോയിൽ, ഞാൻ നേരത്തെ പറയും ഗ്രീനിൽ വരും, റെഡിൽ വരും, ബ്ലാക്കിക്ക് മാറും. ഈ ബ്ലാക്കിക്ക് മാറുമ്പോൾ ഈ പഴം പറിച്ച് കഴിച്ചാൽ നല്ല മധുരം, അലിഞ്ഞു പോവും, നാവിപ്പെട്ട അലിഞ്ഞു പോവും. അങ്ങനെയാണ് ഏറ്റവും നല്ല മധുരം. ചെറിയകളിൽ ഞാൻ കഴിച്ചാൽ ഈ ഇങ്ങനെയുള്ള ഇതിൻ്റെ വലിയ ചെടികളുണ്ട്, ചെറിയ ചെടികളുണ്ട്, കാച്ചതുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ചെറിയ ചെടിയിലെ കാച്ചത്. ഇത് മാത്രമല്ല, മൊട്ട് കണ്ടതാ, ഇത് മൊട്ടുകൾ കായ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് ഏറ്റവും ചെറിയ ചെടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ വലിയ ചെടികളുണ്ട്, കാച്ചതും കായ്ക്കാനായിട്ടുള്ള ചെടികൾ ഒരുപാട് കിടക്കുന്നുണ്ട്. പിന്നെ ഞാവള്, ഇതിൻ്റെ വലുതും ചെറുതൊക്കെ ഉണ്ട് ഞാവളിൽ. പിന്നെ ഇതാണ് നമുക്ക് സീറ്റ് ലൂബി NR. അത് എത്ര കാച്ചി കിടക്കാൻ നോക്കി, അതൊന്നും നമ്മൾ എടുക്കണം. അതൊക്കെ വെട്ടിക്കളഞ്ഞ മരം. ഇതിപ്പോൾ ആരെങ്കിലും വന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. എന്താ കാരണം ഇതാണ് NR എന്ന്. ഇതൊക്കെ വെട്ടിക്കളഞ്ഞതാണ്. വെട്ടി അതിൻ്റെ കളഞ്ഞ് ഇതും വെട്ടാൻ പോവുക എന്ന് വെച്ചാൽ തണലായി. അപ്പോൾ ഇത് വെച്ചിട്ട് കാര്യമില്ല, NR വെച്ചിട്ട് കാര്യമില്ല. അത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു പഴം. ഇതൊക്കെ സീറ്റ് ലൂബി തന്നെയാണ്. ഇതുണ്ട് പഴം. ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വലിപ്പം കൂടുതലുള്ള പഴം എന്ന് പറഞ്ഞില്ലേ, ഇതാണ്. ഇതൊക്കെ പിന്താണ് ആയി വരുന്നുള്ളൂ. കുളമ്പ്. പിന്നെ അത് വിട്ട് കഴിഞ്ഞ് ഇതൊക്കെ നമ്മൾക്ക് ഇതാണ് ഐവറി, ജൈൻ്റ് ഐവറി അവിടെ കാണിച്ചു. ഇവിടെ ഐവറി ഉണ്ട്, സാധാ ഐവറി ഉണ്ട്, ജൈൻ്റ് ഐവറി ഉണ്ട്. ഇതാ മോസമ്പി, ഇത് ഇന്ത്യ മോസമ്പി, വിയറ്റ്നാം മോസമ്പി. ഇത് ഇനി ഇവിടുന്ന് ഈ സെക്ഷനിലെല്ലാം വിയറ്റ്നാം മോസമ്പി, ഇന്ത്യ മോസമ്പിൻ്റെ സെക്ഷനുകളാണ് ഇതൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ കിടക്കണൊക്കെ. അതിൻ്റെ ഉള്ളിലൊക്കെ തായ് കിങ് ഞാവള്, തായ് 2 ടൈപ്പ് ഉണ്ട് തായ് കിങ്ങിൽ. ഒന്ന് ചെറിയ പഴം വരുന്നുണ്ട്, വലിയ പഴം വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്ത്യ മോസമ്പി, വിയറ്റ്നാം മോസമ്പി ഒക്കെ നിറയെ ചെടികളിൽ ചെറിയ കായ്കളാണ്. ഇതൊക്കെ ഇതാണ്ട ചെറിയ കായ്കൾ നിറയെ പിടിച്ച് കിടക്കുന്നുണ്ട്. ഇതൊക്കെ കായ്കളാണ് കിടക്കുന്നത്. ഇന്ത്യ മോസമ്പിൻ്റെ കായ്കൾ നോക്കി,
ഇതൊക്കെ കായ് പച്ചയിൽ പച്ച കാണുമ്പോൾ അറിയുന്നതാണ്. താഴെ പച്ചയിൽ പച്ച കാണുമ്പോൾ അറിയുന്നില്ല. കായ് അവിടെ നിന്ന് എന്താണെന്ന് അറിയാം. കണ്ടമാനം പിടിച്ചിട്ടുണ്ട്. ഇത്തിരിയല്ല, അങ്ങനെ കുറച്ച് പ്ലാന്റും അല്ല, നിറയെ പ്ലാന്റ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ പ്ലാന്റ് തന്നെ. വാരി വണ്ണുണ്ട്. അങ്ങനെ ഒരുപാട് മൂസമ്പിയിൽ ഒരുപാട് ഐറ്റം ഉണ്ട്. നല്ല മധുരം. അതിൽ വിയറ്റ്നാം മൂസമ്പിയാണ് ഒന്നും കൂടി ഞാൻ നോക്കിയതിൽ മെച്ചം. വിയറ്റ്നാം മൂസമ്പി നല്ല മധുരം, ഒരു തരുതരിപ്പും രണ്ടും കൂടി കലർന്നിട്ടാണ് വരിക. ഇതൊക്കെ മൂസമ്പിൻ്റെ പ്ലാന്റുകളാണ്. ഇതും പിന്നെ ഓറഞ്ച് നമ്മളുടെ കാലാവസ്ഥയിലേക്ക് ഓറഞ്ച് അത്ര ഞാൻ പറഞ്ഞ നേരത്തെ നമ്മളെ കാലാവസ്ഥയിൽ ചെറിയ കായ്കളാണ്. അത് അതൊക്കെ ഇതിലൊക്കെ നിറയെ ഇതാണ് കായ്കൾ. ചെറിയ കായ്കളാണ് വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇപ്പോൾ ഈ ഇടയ്ക്ക് പൂത്തതാണ്. ഇതൊക്കെ നിറയെ കായ്കൾ എല്ലാത്തിലും ഉണ്ട്. എല്ലാ ഓറഞ്ച് മരങ്ങളിലും നിറയെ കായ്കളുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓറഞ്ച് തന്നെയാണ്. ഇതൊക്കെ ഡ്രാഗൺ ബൂട്ടിൻ്റെ ചെടികളാണ്. നമുക്ക് ഒരുപാട് കാലമായിട്ട് ഡ്രാഗൺ ബൂട്ട് കായ്ക്കുന്നത് ഏറ്റവും ഫസ്റ്റിൽ കൊണ്ട് നട്ടത് എപ്പോഴൊന്നുമില്ല. ഒരു 8 വർഷത്തിന് മേലെ കൊണ്ട് നട്ടതാണ്. 10 വർഷത്തോളമായി നമുക്ക്. ഇതൊക്കെ മൂസമ്പിൻ്റെ ഐറ്റങ്ങളാണ്. ഇതൊക്കെ അതുതന്നെയാണ് മൂസമ്പിൻ്റെ ഐറ്റം. കാച്ചത് കായ്ക്കാനായത് പല ടൈപ്പിൽ മൂസമ്പികൾ ഇറക്കുന്നുണ്ട്. ഈ ഓറഞ്ച് ഒരു ചെറിയൊരു മധുരം കഴിഞ്ഞാൽ അത്യാവശ്യം മധുരം എരിവുള്ളൂ. ഓവർ മധുരം പണ്ട് മേടിക്കേണ്ട ഓറഞ്ച്. ഇവിടെ നമ്മളെ കാലാവസ്ഥ വരില്ല. ഇതൊക്കെ ഓറഞ്ചുകളാണ്. നിറയെ ഇപ്പോൾ ഇനി വലുതായാലും അതൊക്കെ അറിയുള്ളൂ. ഇതൊക്കെ ഒരു നല്ല വലിപ്പം വരും. ഇതൊക്കെ വേറാപ്പിളിൻ്റെ ഈ വേറാപ്പിളിൽ ഇതൊക്കെ ഞാൻ ആ വേറാപ്പിൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നാലേ ഈ ആൾക്കാർക്ക് അറിയുള്ളൂ. ഈ വേറാപ്പിളിൽ ഞാനിത് നോക്കാണ്ട് വിട്ടതാണ്. ഈ വേറാപ്പിളിൽ ഇത് വേറെ ഷൂട്ടാണ്. ഇത് നമ്മൾ നോക്കാണ്ട് വിട്ട് കഴിഞ്ഞാൽ ഇടയിൽ വേറെ ഷൂട്ട് വന്ന് ഇതെന്താ കായ്ക്കാത്തുന്ന ആൾക്കാരിതാ. ഇതും അടിയിൽ നിന്ന് വരുന്ന ഷൂട്ടാണ്. ഇതും അടിയിൽ നിന്ന് വരുന്ന ഷൂട്ടാണിതാ. ഇത് വന്നാൽ കായ്ക്കില്ല. പുഷ്പിച്ച് പോവും. ഇതാണ് കായ്ക്കുന്ന വെറൈറ്റികൾ. ഇതിഞ്ഞ് വലുതാകുമ്പോൾ പച്ചാപ്പിളിൻ്റെ വലിപ്പം വരും വലുതാകുമ്പോൾ. അപ്പോൾ ഇത് വേറാപ്പിൾ എന്ന് വെച്ചാൽ അടിയിൽ നിന്ന് നമ്മളിവിടുന്ന് നേഴ്സറിയിൽ ചെടി വാങ്ങി വെച്ചാൽ പോരാ. അടിയിൽ നിന്ന് വരുന്ന ഈ വേറാപ്പിളിന് ഏറ്റവും കൂടുതൽ മുഖ്യം വരുന്നത് അടിയിൽ നിന്നുള്ള ഷൂട്ടിൽ നിന്നാണ് വരുന്നത്. അത് നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തില്ലെങ്കിൽ അത് ചെടി കായ്ക്കില്ല. വളർന്ന് പോവും, കായ്ക്കില്ല. പിന്നെ ചില ചെടികൾ ഈ മുള്ളിച്ചെടിയല്ലാണ്ടും വേറാപ്പിളിൽ വരുന്നുണ്ട്. അത് നമുക്ക് ഈ വേറാപ്പിളിൻ്റെ ഇല തന്നെ വരിക. പക്ഷേ അതും കായ്ക്കില്ല. അപ്പോൾ ഇതിൽ വേറാപ്പിൾ കായ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ ആ ഷൂട്ട് കറക്റ്റ് നോക്കണം. അത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്ക് മൂസമ്പിയാണ്. വിയറ്റ്നാം മൂസമ്പി. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കണമൊക്കെ വിയറ്റ്നാം മൂസമ്പി തന്നെ. ഇവിടെയൊക്കെ നമുക്ക് മറ്റേത് ബ്രൂണൈ കിങ്. ഇത് നാൻഡോക്കുമൈയാണ്. ബ്രൂണൈ കിങ് അല്ല, നാൻഡോക്കുമൈയാണിത്. നിങ്ങൾ മാങ്ങനെ നാൻഡോക്കുമൈ ഇത് ആൾക്കാർ ബനാന മാങ്കോണ് പറയുക. ഒരേ മരത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് തടി വെച്ച് കഴിഞ്ഞാൽ ബനാന മാങ്കോ പോലെ ഇരിക്കും. നീളം വെച്ചാൽ ഇതൊക്കെ ഒരേ ഇതാണ്. അപ്പോൾ ഇത് മാത്രം കാണിച്ച ആൾക്കാർ പറയും ഇതെന്താ അതുപോലെ ഇതിങ്ങനെ ഇരിക്കുന്നത് പറയും. പിന്നെ വെറൈറ്റികൾ ഒരുപാടുണ്ട്. നമ്മൾ അതിൻ്റെ അങ്ങടൊക്കെ കിടക്കുമ്പോൾ വെറൈറ്റികൾ ഒരുപാട് വരുന്നുണ്ട്. ഞാനിപ്പോൾ അത് അങ്ങടൊന്നും കാണിക്കണില്ല. അങ്ങടിപ്പോൾ എല്ലായിടത്തും എല്ലാ വെറൈറ്റികളും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കാണിക്കേണ്ട വേണ്ട. എല്ലാ ചെടികളും കാണിക്കാൻ നമുക്ക് സമയം ഒരുപാട് പോകും. അപ്പോൾ എല്ലാ ചെടികളും കാണിക്കാൻ നമ്മൾ വരുന്ന റൂട്ടുകളിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതൊക്കെ ചില്ലി മാങ്കോ, സീറ്റ് പ്രിൻസ്. ഇതൊക്കെ മണ്ണിൽ നട്ട ജവടിക്കാവ് നമുക്ക് മണ്ണിൽ നട്ടത് 4 മരമുണ്ട്. കാച്ചതും കൊടുക്കാനുണ്ട്, നിലത്ത് നട്ടതുമുണ്ട്. 3 ഗ്രാപ്പ്. അത് പൂത്തിൻ്റെ കതിര് കാണിച്ചു തരാം കേട്ടോ. മുകളിൽ കതിര് കണ്ടതാ തൂങ്ങി നിൽക്കണ്ട കതിര് നീളത്തിൽ. ഇതൊക്കെ സീറ്റ് ലൂബിൻ്റെ നമുക്ക് ഞാൻ പറഞ്ഞില്ല പല പ്ലാന്റുകളും ഇതൊക്കെ നിറയെ പൂക്കൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ കായ്ക്ക് മാറും, അടുത്ത പൂക്കൾ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ നമ്മൾക്ക് ഇതാണ് കേട്ടോ. അത് മിയാസാക്കിൻ്റെ പ്ലാന്റുകളാണ്. ഇതിൻ്റെ ഉള്ളിൽ കിടക്കണമൊക്കെ മിയാസാക്കിൻ്റെ പ്ലാന്റുകൾ. ഇതിൻ്റെ ഉള്ളിൽ കിടക്കണമൊക്കെ ഇതൊക്കെ തന്നെ മിയാസാക്കി 4 വർഷം കഴിഞ്ഞാലേ കായ്ക്കുള്ളൂ. ഈ വണ്ണമായിട്ട് മിയാസാക്കി കായ്ച്ചിട്ടില്ല. ഇതുപോലെ നമ്മൾക്ക് 100 കണക്കിൽ പ്ലാന്റാണ് ഈ 30 സൈസ് വേഗം കിടക്കുന്നത്. 100 കണക്കിൽ പ്ലാന്റാണ്. പക്ഷേ നമ്മൾക്കിവിടെ മിയാസാക്കി കായ്ച്ചത് വാരി 30 ഇല്ലേ. ഈ വാരി 30 മിയാസാക്കിൻ്റെ അതേ കളറും അതേ നിറവും ഇലയും അത് തന്നെയാണ്. വാരി 30ക്കാണ് അത് വരുന്നത്. പിന്നെ ഇത് വേറെ ഒരു വെറൈറ്റിയും കൂടിയുണ്ട്. അങ്ങനെ 1-2 വെറൈറ്റിക്കാണ് ഈ മിയാസാക്കി പോലെ വരുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇവിടെ കാച്ചത് മിയാസാക്കി ഞാൻ നോക്കിയപ്പോൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും കാച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നമ്മൾക്ക് 100 കണക്കിൽ മിയാസാക്കിൻ്റെ 30 സൈസ് വേഗകൾ ഈ വണ്ണത്തിൽ കിടക്കുന്ന വേഗകൾ കിടക്കുന്നുണ്ട്. ഒരെണ്ണം കാച്ചിട്ടില്ല. എന്നാൽ വാരി 30 കാച്ചിട്ടുണ്ട് മിയാസാക്കിൻ്റെ പോലെ. പക്ഷേ ഞാനത് നമുക്ക് മിയാസാക്കിനെ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റില്ല. മിയാസാക്കിൻ്റെ മാങ്ങ നീളത്തിൽ വരില്ല, ഉരുണ്ടിട്ടേ വരുള്ളൂ.
മിയാസാക്കിൻ്റെ ഒറിജിനൽ മിയാസാക്കിൻ്റെ മാങ്ങ ഉരുണ്ടിട്ട് വരുള്ളൂ, നീളത്തിൽ വരില്ല. കളറൊക്കെ ഒന്നായിരിക്കാം. മാങ്ങൻ്റെ പല മാങ്ങകൾ കളറുകൾ ഒറ്റ കളറിൽ വരുന്ന മാങ്ങകൾ ഒരുപാടുണ്ട്. പക്ഷേ മിയാസാക്കി എനിക്ക് കാച്ചിട്ടില്ല. കാച്ചത് എനിക്ക് ഭാര്യ 30 അത് ചുവപ്പാണ്. അത് മിയാസാക്കി പോലെ മിയാസാക്കിൻ്റെ മാങ്ങ ഉരുണ്ടിട്ടും ഭാര്യ 30 മാങ്ങ നീണ്ടിട്ടും ഇങ്ങനെയാണ് മിയാസാക്കിൻ്റെ വരുന്നത്. ഇതൊക്കെ അതിൻ്റെ പ്ലാന്റുകൾ, അതിൻ്റെ ഉള്ളിൽ കിടക്കണമൊക്കെ മിയാസാക്കിൻ്റെ പ്ലാന്റുകൾ. എത്ര വലിയ കടവണ്ണം നോക്കി. ഇതെല്ലാം ഈ 30 സൈസ് വേഗം കിടക്കണമെല്ലാം മിയാസാക്കിയാണ്. കുറേ മദർ പ്ലാന്റൊക്കെ നമുക്ക് ഇവിടെ തന്നെയുണ്ട്. ഇവിടെ നമ്മൾ ലോങ്കൻ്റെ ഒരുപാട് മേമി സർപ്പോട്ട, ലോങ്ക അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ഇവിടുന്ന് ലെയർ ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ചെയ്യാത്തതൊക്കെ നമ്മൾ പുറമേ നിന്നും പഠിക്കും. എല്ലാം കാച്ച പ്ലാന്റുകളാണ്. അബിയോ ഇതെല്ലാം ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ഇവിടെ കാച്ചതുണ്ട്. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ. താങ്ക് യു. ശരി.